നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുവരുന്ന സൈനിക ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലുകൾക്കും ഭീഷണികൾക്കും ഇടയിൽ യുദ്ധം അവസാനിക്കാത്തത് വൈറ്റ് ഹൗസിനെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുകയും താക്കീതുകൾ നൽകിയും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപിന് പിന്നീട് തൻ്റെ നിലപാടുകൾ പലതവണ തിരുത്തേണ്ടി വന്നു. ഇതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര കരുത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച ചർച്ചാ സാധ്യതകളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാൻ്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന ഭീഷണി മുഴക്കിയ ട്രംപ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നൽകിയ സമയം നീട്ടിക്കൊടുത്തെങ്കിലും ഇറാൻ വഴങ്ങാൻ തയ്യാറായില്ല. മറിച്ച് ഇസ്രായേലിന് നേരെയും GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ ചെയ്തത്. ഇത് ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾക്ക് ഇറാൻ നൽകുന്ന ഒരു പുച്ഛമായിട്ട് ലോകം വിലയിരുത്തുന്നുള്ളൂ. ഇറാൻ്റെ പരമാധികാരിയെ മാറ്റുന്നതിനെക്കുറിച്ച് പോലും ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പരിഹാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളും മതപരമായിട്ടുള്ള അധികാര ശ്രേണിയുമൊക്കെ തന്നെ മനസ്സിലാക്കാതെയുള്ള ഇത്തരം പ്രസ്താവനകൾ അത് ട്രംപിൻ്റെ പക്വതയില്ലായ്മയായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാൻ്റെ സുപ്രീം ലീഡർ പദവി ഒരു മതപുരോഹിതന് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നിരിക്കെ ട്രംപ് നടത്തുന്ന ഇത്തരം അവകാശവാദങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു അത്ഭുതമുണ്ടാക്കുന്നുണ്ട്. യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യം അമേരിക്കൻ അവകാശവാദങ്ങളിൽ നിന്നും തീർത്തും വളരെ വ്യത്യസ്തമാണ്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇറാൻ്റെ മിസൈലുകൾ നിരന്തരം പതിക്കുന്നുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണും നേരിട്ടുള്ള ആക്രമണങ്ങൾ മൂലവുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് ഇപ്പോൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇതിൻ്റെയൊക്കെ തെളിവാണ്. പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ്റെ മിസൈൽ കരുത്തിനെ പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ പാടുപെടുകയാണ്. GCC രാജ്യങ്ങളിലെ സ്ഥിതിയും ഒട്ടും തന്നെ സുരക്ഷിതമല്ല. ബഹ്റൈൻ, കുവൈറ്റ്, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ഇറാൻ്റെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും ഒക്കെ തന്നെ വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വരുന്നത് യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിൻ്റെയൊക്കെ തന്നെ സൂചനയാണ് നൽകുന്നത്. UAEയും കുവൈറ്റും ഡ്രോണുകളെ വെടിവെച്ചിട്ടതായിട്ട് അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരുടെ ജനജീവിതം ദുരിതപൂർണ്ണമായിട്ട് അവിടെ തുടരുകയാണ്. ഇസ്രായേലും തിരിച്ചടിയിൽ ഒട്ടും പിന്നിലല്ല. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള അറാഖ് ഹെവി വാട്ടർ പ്ലാന്റ്, സ്റ്റീൽ ഫാക്ടറികൾ, പവർ പ്ലാന്റുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേലും ആക്രമണം നടത്തുകയുണ്ടായി. സിവിലിയൻ ന്യൂക്ലിയർ പദ്ധതികൾക്ക് നേരെയും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുപക്ഷവും പരസ്പരം തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള സംസാരങ്ങൾ അത് വെറും പാഴ്വാക്കുകളായിട്ട് ഇവിടെ മാറുകയാണ്. ഒരു വെടിനിർത്തലിൻ്റെ ലക്ഷണമോ സമാധാന അന്തരീക്ഷമോ നിലവിൽ പശ്ചിമേഷ്യയിൽ എവിടെയും ദൃശ്യമല്ല. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിർക്കോഫ് ഉടൻ ധാരണയിലെത്തുമെന്നൊക്കെ തന്നെ പറയുമ്പോഴും ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇതിന് വിരുദ്ധമാണ്. കാരണം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് തെളിയിക്കാനാണ് ഇറാൻ ഓരോ തവണയും ആക്രമണം കടുപ്പിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് മാന്യമായിട്ട് തലയൂരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു വഴിയും നിലവിൽ ഇപ്പോൾ അവിടെ തെളിയുന്നില്ല. ഇറാൻ്റെ മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ പാടെ തള്ളിക്കളഞ്ഞത് പ്രതിസന്ധി ഏറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ആണവ പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കുക, മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തുക തുടങ്ങിയ കടുത്ത നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിബന്ധനകളൊന്നും തന്നെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഏർപ്പെടുത്തണമെന്ന തികച്ചും വിപരീതമായിട്ടുള്ള ആവശ്യമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള നീക്കം അത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇറാൻ ഇവിടെ കർശനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര ഭിന്നതയാണ് മറ്റൊരു പ്രധാന വിഷയം. വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടക്കം മുതൽ തന്നെ ഈ യുദ്ധത്തിന് എതിരായിരുന്നു. ഇറാനെ നേരിടുക അസാധ്യമാണെന്നും ഇത് വലിയൊരു കെണിയാണെന്നും വാൻസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാൻസിനോട് അടുത്ത ബന്ധമുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പോലും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് സ്ഥാനം രാജിവെക്കുകയുണ്ടായി. ട്രംപ് തൻ്റെ ഉപദേശകരെക്കാൾ കൂടുതൽ വിശ്വസിച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയായിരുന്നു. നെതന്യാഹു ട്രംപിനെ വഞ്ചിച്ചു എന്ന നിലപാടിലാണ് ഇപ്പോൾ JD വാൻസും സംഘവും. ഇറാനിലെ ഭരണ നേതൃത്വത്തെ വധിച്ചാൽ രാജ്യം തകരുമെന്ന നെതന്യാഹുവിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചാണ് അമേരിക്ക സൈനിക നീക്കത്തിന് അനുമതി നൽകിയത്. എന്നാൽ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിച്ചിട്ടും ഇറാൻ തകർന്നില്ലെന്ന് മാത്രമല്ല വളരെ
കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുമെന്ന ഇസ്രയേലിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ പാടെ തെറ്റിയത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. യുദ്ധം ഇപ്പോൾ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അത് ആയുധക്ഷാമമാണ്. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ടോമഹാക്ക് മിസൈലുകൾ തീർന്നു പോകുന്നതായിട്ട് പെൻറ്റഗൺ അവകാശപ്പെടുന്നു. മനുഷ്യ സഹായമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഈ മിസൈലുകൾ 880 എണ്ണത്തിലധികം ഇതുവരെ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവയുടെ വാർഷിക ഉൽപ്പാദനം കേവലം 57 മാത്രമാണ്. വലിയ സാമ്പത്തിക ചെലവുള്ള ഇത്തരം മിസൈലുകൾ ഇനിയും നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈനിക ശേഷിയെ ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കയും വർദ്ധിച്ചു വരികയാണ്. ട്രംപ് ഒരു കച്ചവടക്കാരനാണെന്നും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് തങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമോ എന്നും സൗദി, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ തന്നെ ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക തുടങ്ങിവെച്ച ഈ യുദ്ധം കൃത്യമായ ഒരു പരിഹാരമില്ലാതെ അവസാനിപ്പിക്കുന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വാദിക്കുന്നു. എന്നാൽ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യവും ഇപ്പോൾ കടുത്ത ഉത്കണ്ഠയിലാണ്. ട്രംപ് റഷ്യയുമായിട്ട് രഹസ്യധാരണയിൽ എത്തുമോ എന്നാണ് അവരുടെ പ്രധാന ഭയം. റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ ട്രംപ് ശ്രമിച്ചാൽ അത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ തന്നെ സുരക്ഷയെ ബാധിക്കും. അമേരിക്ക കൂടെ ഇല്ലെങ്കിൽ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയില്ലെന്ന് യൂറോപ്യൻ നേതാക്കളൊക്കെ തന്നെ തിരിച്ചറിയുന്നു. ട്രംപിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ സഖ്യകക്ഷികൾക്കിടയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ തിരിച്ചടികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നുവെന്നത് ഇസ്രയേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. ലെബനനിലും അതോടൊപ്പം തന്നെ ബെയ്റൂട്ടിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായിട്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഒരടിക്ക് 2 അടി എന്ന രീതിയിലാണ് അവിടെ പ്രകടമാകുന്നത്. ഇന്നലെ മാത്രം ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇസ്രയേലിനുള്ളിലും സമാനമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കയും ഇസ്രയേലും ഒരു വലിയ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ എന്ന വാഗ്ദാനം ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് മാറുകയാണ്. ഇറാൻ കാണിക്കുന്ന നിശ്ചയദാർഢ്യവും അമേരിക്കയുടെ ആയുധക്ഷാമവും നെതന്യാഹുവിൻ്റെ പാളിയ തന്ത്രങ്ങളും ചേർന്ന് ലോകത്തെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുകയാണോ എന്നുള്ള സംശയം ഇവിടെ ബലപ്പെടുകയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് എപ്പോൾ വീടുമെന്നത് ഇപ്പോഴും ഉത്തരമില്ലാതെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്.